ഹാഷിഷ് ഓയിലുണ്ട്, LSD സ്റ്റാമ്പുണ്ട്. 12 യുവാക്കളെയാണ് ശാന്തൻപാറ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉപയോഗം ചോദ്യം ചെയ്തതിനെ തുടർന്ന് സംഘർഷം. നാട്ടുകാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച 4 യുവാക്കളെ നാട്ടുകാർ പിടികൂടി പോലീസ് ഏൽപ്പിക്കുകയായിരുന്നു. വാഴൂർ പത്രം വായിക്കാനുള്ള മൂഡ് പോയി. എന്തൊക്കെയാണ് നമ്മൾ പത്രത്തിൽ കാണുന്നത്? ഈ കേരളപ്പിറവിക്ക് ശേഷം നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരിയുടെ സാമൂഹിക വ്യാപനം. അതിന്റെ പ്രത്യാഘാതങ്ങൾ വ്യക്തികളിൽ നിന്ന് കുടുംബത്തിലേക്കും പിന്നെ സമൂഹത്തിലേക്കും വ്യാപിച്ചു കഴിഞ്ഞു. കേരളം നേടിയെടുത്ത എല്ലാ സാമൂഹിക മൂല്യബോധങ്ങളെയും റദ്ദ് ചെയ്യുന്ന രീതിയിലാണ് ലഹരിയുടെ ഉപയോഗവും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും മനുഷ്യനെ ബാധിച്ചിട്ടുള്ളത്. ഇസ്ലാമിൽ നമ്മൾ ലഹരിയെ വീക്ഷിക്കുകയാണെങ്കിൽ ലഹരി എന്നത് ഒരു നീചമായ വസ്തുവാണ്. ഒരു നീചമായ വസ്തു ഒരു മുസ്ലിമിന്റെ ശരീരത്തിലോ വസ്ത്രങ്ങളിലോ അവൻ കർമ്മം ചെയ്യുന്ന സ്ഥലങ്ങളിലോ ഉണ്ടെങ്കിൽ അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ലഹരി എന്നത് നീചമാണ്. അതുണ്ടെങ്കിൽ അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല. ഈ ലഹരി എന്നത് ഇന്ത്യയിൽ മാത്രമാണ് ഇല്ലീഗലായ ഇന്ത്യയിൽ ഇങ്ങനെയാണെങ്കിൽ ലീഗലായ മറ്റു രാജ്യങ്ങളിൽ എങ്ങനെയായിരിക്കും അവസ്ഥ? ഈ കൊച്ചു കേരളത്തിൽ എന്തുമാത്രം ലഹരിയുടെ വിൽപ്പനയും ഉപയോഗവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 1 ലക്ഷത്തോളം കുട്ടികൾ ലഹരിയുടെ അടിമകളാണ്. പിന്നെ 7 ലക്ഷത്തോളം മുതിർന്നവരും. ഒരു ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടി നമുക്ക് തൂഫാൻ എന്ന പദ്ധതിയോടുകൂടെ ഒന്നായി പോരാടാം. വാ.